വയനാടിനോടുള്ള കേന്ദ്ര അവഗണന ലോക്സഭയിൽ ഉന്നയിച്ച് ശശി തരൂർ എം.പി. സംസ്ഥാനങ്ങൾക്കുള്ള സഹായ വിതരണത്തിൽ കേന്ദ്രത്തിന് വേർതിരിവാണെന്ന് ശശി തരൂർ പറഞ്ഞു. വയനാട് നടന്നത് വൻ ദുരന്തമാണെന്നും ഒരു രൂപ പോലും കേന്ദ്രം സഹായിച്ചില്ലെന്നും കേരളത്തോടുള്ള കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമാണെന്നും ശശി തരൂർ പറഞ്ഞു. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിലാണ് തരൂരിന്റെ വിമർശനം. Rise today in opposition to the Disaster Management Amendment Bill 2024 moved by the Honourable Minister because it is a disaster. So I'd like to elucidate our perspective on the legislation we had great expectations of. It has proved very often, especially when disaster relief funds from the NDRF were casually denied to Tamil Nadu and only disbursed to Karnataka after an inordinate delay. Visited Wayanad from the 8th to 10th of August, and the central government would take action based on its request. August, sir. They're supposed to take action within 1 month according to the existing act. To this date, no action has been taken and no additional funds have been arranged for Wayanad, sir. How can we accept this? Now, this bill, Mr. Chairman, is an excellent case of minimum decentralization, maximum declamation. വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയെക്കുറിച്ച് ലോക്സഭയിൽ ശശി തരൂർ എം.പി. സംസാരിച്ചു. സ്വാതി ചേരുന്നു. സ്വാതി, എന്തൊക്കെയാണ് ശശി തരൂർ പറഞ്ഞത്? ഷമ്മി, ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിലാണ് വയനാട് വിഷയം ഉന്നയിച്ചുകൊണ്ട് ശശി തരൂർ എം.പി. സംസാരിച്ചത്. പൂർണ്ണമായും ഈ ബില്ലിനെ പ്രതിപക്ഷം സഭയിൽ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ബില്ല് സർക്കാർ എടുത്തു ചാടിയാണ് അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, ദുരന്ത നിവാരണത്തിനുള്ള പരിരക്ഷ ഈ ബില്ലിൽ ഉറപ്പുവരുത്തുന്നില്ല. മാത്രമല്ല, പ്രളയം ആവർത്തിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള സഹായം സംബന്ധിച്ചും ഈ ബില്ലിൽ പറയുന്നില്ല. അത്തരത്തിൽ ഈ ബില്ലിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വന്നത്. അതിന്റെ ഭാഗമായാണ് ശശി തരൂരും വയനാട് വിഷയം ഈ ലോക്സഭയിൽ ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ ഈ അവഗണന അല്ലെങ്കിൽ കേന്ദ്ര നിലപാട് എന്ന് പറയുന്നത് പ്രതിഷേധാർഹമാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എവിടെയും സംഭവിക്കാൻ പാടില്ലാത്ത അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും കേരളത്തോട് വലിയ അവഗണനയാണ് കേന്ദ്രം തുടരുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തെ സഹായിക്കാൻ മടിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ശശി തരൂര് ഈ ലോക്സഭയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ വലിയ തരത്തിലുള്ള വിമർശനം തന്നെയാണ് കേന്ദ്രത്തിനെതിരെ ഇപ്പോൾ തരൂർ ഉന്നയിച്ചിട്ടുള്ളത്. കേന്ദ്രത്തോടുള്ള ഈ നിലപാടിനെ ഇനിയും എതിർക്കുമെന്നും ഈ ബില്ല് അവതരിപ്പിക്കണോ വേണ്ടോ എന്നുള്ളതിൽ വലിയ ചർച്ച നടക്കേണ്ടിയിരുന്നു എന്നും തരൂര് ലോക്സഭയിൽ പറയുകയുണ്ടായി. വയനാടിന് ഇനിയും സഹായം നൽകാൻ മടിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് തരൂര് ലോക്സഭയിൽ ആവർത്തിച്ചത്. ലോക്സഭയിൽ വയനാട് വിഷയം ഉന്നയിച്ച് ശശി തരൂർ എം.പി. സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.